ഇന്നത്തെ ഡേ ഫുൾ എക്സൈറ്റ്മെന്റ് ആണ്. എന്താ കാരണം എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പൊ രാവിലെ തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് ഇറങ്ങി നേരെ സിവിൽ സ്റ്റേഷനിൽ വന്ന് കുറച്ച് ഫോമുകൾ കൊടുക്കാനുണ്ടായിരുന്നു. അവിടുന്ന് നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ തണുത്ത ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി. ബിക്കോസ് ഒടുക്കത്തെ ചൂടാണ് ഈ പാലക്കാട്ടിലെ. എന്നെ ക്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ജിഷ്ണു ഇതാ നേരെ വീട്ടിലേക്ക് പോയി. ക്ലാസ്സിൽ കയറിയതും ഫസ്റ്റ് കാണുന്നത് മിസ്സിന്റെ ഈ ഒരു പോർഷൻ ആയിരിക്കും. മിസ് എന്നെ കളിയാക്കാണ് ഇന്ന് എന്റെ ടീഷർട്ടിന്റെ കളർ കണ്ടിട്ട്. എന്താ ചെയ്യുക, ആദ്യമായിട്ട് ഒരു ടീഷർട്ട് ഇട്ടാണ് അത് ഇങ്ങനെയായി പോയി. ഞാൻ എന്റെ കട്ടിംഗ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് BC സെക്ഷനിൽ നിന്ന് എനിക്ക് കോള് വരുന്നത്. ഹെയർ കളർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അതായത് ഹെയർ കളർ ചെയ്ത് പഠിക്കുന്നവർക്ക് മുടി കൊടുക്കാൻ താല്പര്യമുണ്ടോന്ന്. അപ്പൊ ഇതാണ് BC സെക്ഷൻ. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ഒരു തുള്ളി മുടി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരത് ഹെയർ കളർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പരിപാടികളൊക്കെ കസർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സമയം ഉച്ച കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ബിസ്മിയിലേക്ക് വന്നു എന്റെ അനിയന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. അവളെ പഠിച്ചാട്ടാ. പിന്നെ അങ്ങോട്ട് നിൽക്കാൻ സമയമില്ലായിരുന്നു. ഓടി നടന്ന് ഫോൺ നോക്കലായിരുന്നു പരിപാടി. ഏത് കളർ എടുക്കണം എന്നുള്ളത് അതിലപ്പുറം കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ രാവിലെ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഇല്ല, അതിന്റെ ഒരു റീസൺ ആണ് ഇപ്പൊ ഈ കാണുന്നത്. ഇന്ന് May 4 അതായത് നമ്മുടെ വോട്ടെണ്ണൽ ഡേ ആണ്. എന്റെ ലൈഫും പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷേ ഈ വർഷം ഞാൻ ഇത്രയും പാർട്ടിയിലേക്ക് അഡിക്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. അതിന്റെ ഒരു റീസൺ വിജയാണ്. വിജയിനെ എനിക്ക് സിനിമയെ പോലും ഇഷ്ടമല്ല. ബിക്കോസ് ഞാനൊരു സൂര്യ ഫാനാണ്. എന്നാൽ പോലും വിജയ് എങ്ങനെയും ജയിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. കാരണം ആശാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ പാലക്കാട് പിശാരണി നിന്നത്. ഈ രണ്ട് കാരണങ്ങളാണ് ഈ വർഷം എനിക്ക് പാർട്ടി പ്രാന്ത് കയറ്റിയത്. പിന്നെ ആര് വന്നാലും നമ്മൾ പണിക്ക് പോയാലേ നമ്മുടെ വയറ്റിലേക്ക് വല്ലതും പോവുള്ളൂ. അതേപോലെ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്യട്ടെ, അത്ര മാത്രമേ ഉള്ളൂ. തമിഴ്നാട് വിജയും തൂക്കി 17 Pro ജയജേഷും തൂക്കി. ഫൈനലി 17 Pro തമ്പി തൂക്കി. പറഞ്ഞ് ഇന്നാണ് അതിനുള്ളൊരു അവസരം വന്നത്. പിന്നെ ഞങ്ങൾ നേരെ പൗച്ചും സ്ക്രീൻ കാർഡും ഒട്ടിക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി. ഇത് നമ്മുടെ സ്ഥിരം ഷോപ്പാണ്, പക്ഷെ പേര് ഓർമ്മയില്ല, പേര് മറന്നുപോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ സൂഫി മന്തി കഴിക്കാൻ പോയി. മന്തി ഒരു രക്ഷയില്ല, ഇന്ന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. തിരക്കില്ലാണ്ട് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ഡേ എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.